ഓണത്തിന് നടത്തിയ അത്തപ്പൂക്കള മത്സരത്തിന്റെ വിധി പറയുവാനായി ശ്രീ ഫസൽ കാരാട്ടിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. ഫസൽ, കമ. ഓണപ്പൂക്കളത്തിനൊപ്പം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിനെ മായ്ക്കാൻ പോലീസ് എത്തുന്നു. അതിനെതിരെ കേസെടുക്കുന്നു. അതേസമയം ഫ്രീ പലസ്തീൻ എന്ന് ഓണപ്പൂക്കളത്തിൽ എഴുതിയതിനെതിരെ കേരളത്തിലെ ഒരു പോലീസിനും ഒരു പ്രശ്നമില്ല. ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ മതം നോക്കിയിട്ട് ഫ്രീ പലസ്തീൻ മാത്രം പൊക്കിപ്പിടിക്കുന്നവർ പച്ചവർഗീയവാദികളാണ്. അവരാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവർ. അവർക്കെതിരെയല്ലേ നടപടി യഥാർത്ഥത്തിൽ എടുക്കേണ്ടത്? സഹോദര ഫസലേ, നീ പറഞ്ഞത് തെറ്റാണ്. നീ പറയുന്നതെല്ലാം തെറ്റാണ്. നീ പറയുന്നതൊക്കെയും തെറ്റാണ്. ഏതോ ഒരു സ്ഥലത്ത് ഓപ്പറേഷൻ സിന്ദൂർ ഇട്ടപ്പോൾ ഏതോ കുറച്ച് പോലീസുകാർ ഒന്ന് മാറ്റി മാഞ്ഞു. വേറെ എവിടെയോ ഒരു സ്ഥലത്ത് ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞ് അവിടെയുള്ള കുറച്ച് ചെറുപ്പക്കാര് അത്തപ്പൂക്കൾ ഇട്ടപ്പം അത് യവന് വർഗീയത. ഒരു അത്തത്തില് ഫ്രീ പാലസ്തീൻ എന്നുള്ള ഒരു ഡിസൈനിൽ അത്തം ഇട്ട് കഴിഞ്ഞാൽ അപ്പോ തലയ്ക്ക് കയറാവുന്ന വർഗീയതയാണോ? അത്രയ്ക്ക് വിവരമുള്ള ഈ നാട്ടിലെ ആൾക്കാർക്ക്? ഈ ഇരുന്ന് ചിലക്കണം. നിനക്ക് ചിലപ്പോൾ അത്രയ്ക്ക് കാണുമായിരിക്കും. നിന്റെ വീഡിയോ ഞാൻ എടുത്ത് നോക്കി, ഞാൻ വിചാരിച്ചു എന്തോ കാര്യമായിട്ടുള്ള കാര്യം പറയായിരിക്കും. അപ്പൊ ഇവനെ വന്ന് കുറ്റം പറയുന്നതിന് മുമ്പ് ഇവന്റെ വീഡിയോ ഒന്ന് നോക്കണമല്ലോ. എന്റെ അക്കൗണ്ട് ഒന്ന് കയറി നോക്കി. പൊന്ന് ഫസലെ, എന്തിനാ നീ ചാണകം തിന്നണത്? എന്തിനാ? വന്നിരുന്ന് ചോറ് തിന്നുകൂടെ? നിനക്ക് മനുഷ്യന്മാരെ പോലെ വന്ന് ചോറ് തിന്നുകൂടെ? ചാണകം സംഖ്യയാണ് സംഖ്യ. അപ്പോ ഒരു സ്ഥലത്ത് അത്തം ഇട്ടു, ഓപ്പറേഷൻ സിന്ദൂർ അത്തം ഇട്ടു, പോലീസുകാരൊന്ന് മാച്ചു. വർഗീയത. വേറൊരു സ്ഥലത്ത് ഫ്രീ പാലസ്തീൻ എന്നും പറഞ്ഞ് കുറച്ചൊരു അത്തം ഇട്ടപ്പോൾ അത് വന്ന് പോലീസുകാർ മാച്ചില്ല. അതുകൊണ്ട് മാത്രം ഇവിടെ വർഗീയത പടരുകയാണ്. ആ ഒരു അത്തം ഇട്ടുകൊണ്ട് വർഗീയത പടരുകയാണ്. ഈ ഫസൽ കാരാട്ടിന്റെ കാഴ്ചപ്പാടിൽ വന്നിരുന്ന് മറ്റേ വകല് പറഞ്ഞ കണക്കാണ്, പ്രഭാഷണം പറഞ്ഞ കണക്കാണ്. നബീനത്തിന് വന്നിരുന്നവൻ കണ്ണും തള്ളി വയം വീട്ടിച്ച് വന്നിരുന്ന് പണയണവൻ വർഗീയത. ഒരു അത്തം ഇട്ടപ്പോൾ അവന് വർഗീയത വന്ന്. എടാ സംഗീതീട്ട ഫസലെ, നിനക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു. എന്റെ പേര് ഷാഹിൻ, ഞാൻ ഒരു മുസ്ലിം. എന്റെ ഒരു കൂട്ടുകാരനുണ്ട് ജോണി, അവൻ ക്രിസ്ത്യൻ. നമുക്കൊരു കൂട്ടുകാരനുണ്ട് അച്ചു, അവൻ ഹിന്ദു. ഞാൻ മുസ്ലിമായ ഞാനും ക്രിസ്ത്യനായ ജോണിയും കൂടെ ഓണം ആഘോഷിക്കാൻ വേണ്ടി തിരുവോണത്തിനെന്നും അതിന്റെ പിറ്റേ ദിവസവും അച്ചുവിന്റെ വീട്ടിൽ പോയി. ഹിന്ദുവായ അച്ചുവിന്റെ വീട്ടിൽ പോയി. അവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവർ നമുക്ക് അന്ന് തിരുവോണത്തിനെന്ന് അവർ നമുക്ക് ഉണ്ടാക്കി തന്നത് ബിരിയാണി വിത്ത് പായസം. വർഗീയത ഇല്ല ഇവിടെ, മതസൗഹാർദ്ദത. ഒന്നാമത്തെ കേസ്. എന്റെ നാട്ടില് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്, തേക്കൻകാട് എന്നാണ് പേര്. അവിടെ ഒരു പ്രശസ്തമായ ശിവക്ഷേത്രമുണ്ട്. അവിടെ ശിവരാത്രി മഹോത്സവത്തിനാണ് അവിടെ ഉത്സവമൊക്കെ. അവിടുത്തെ പയ്യന്മാര് നബിദിനത്തിന്, എല്ലാ വർഷവും നബിദിനത്തിന് റാലിക്ക് പോകുന്ന കുട്ടികൾക്ക് മുട്ടായി, വെള്ളം, പായസം ഇതെല്ലാം കൊടുക്കും. അവിടെ അവർ ബാനറും പോസ്റ്റർ അടിക്കുന്നത് ശിവക്ഷേത്രത്തിന്റെ പേരിലാണ്. നബീനാഘോഷം എന്നും പറഞ്ഞു, ഓണാഘോഷം എന്നും പറഞ്ഞു ഇത്തവണ ബാനർ അടിച്ചത്. അങ്ങനെയുള്ള നാടാണ്. ഒരു അത്തത്തിൽ വന്ന് ഫ്രീ പാലസ്തീൻ ഇട്ടെന്നും പറഞ്ഞ് വർഗീയത തലേക്കേറുന്ന മനുഷ്യന്മാരല്ല ഇവിടെ. നീ മറ്റേ ചാണകം ഉരുട്ടി തിന്നിട്ട് നിന്റെ മറ്റേ തൊരിഞ്ഞ ഐഡിയാസ് ഒന്നും ഇങ്ങനെ വന്നിരുന്ന് കണ്ണും തള്ളി വയറും വേപ്പിച്ച് വന്നിരുന്ന് ശ്വാസം വിടാതെ വരണമെന്ന് പറഞ്ഞു ഇവിടെ ആരെയും തലേ കയറാൻ പോകുന്നില്ല. ഓക്കെ, തിന്നുന്ന ചാണകം ഒറ്റയ്ക്ക് തിന്നുക, ബാക്കിയുള്ളവർക്ക് പങ്കുവെക്കാതിരിക്കുക. ഫസലെ, അപ്പൊ ബൈ.